വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിംപ്ലി സിനി. ഒരു ട്രാവൽ ഏജൻസി വഴിയോ പാക്കേജ് ഒന്നുമില്ലാതെ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഒരു 6 ദിവസത്തെ യാത്ര ജയ്പൂർ, ഋഷികേശ്, മസൂറി. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് യാത്രയ്ക്ക് പോയത്. സോ ദിസ് ഈസ് അവർ ജേണി ഫ്രം ജയ്പൂർ ടു മുസോറി. ജയ്പൂരിൽ ഞങ്ങളുടെ താമസം പ്രൈഡ് ആംബർ വിലാസ് റിസോർട്ടിലായിരുന്നു. ചോക്കിദാനിക്കടുത്തുള്ള ഒരു ട്രഡീഷണൽ രാജസ്ഥാനി ഫീലുള്ള റിസോർട്ട്. കാം അറ്റ്മോസ്ഫിയർ, ഒരു റോയൽ ടച്ച് എവിടെ നോക്കിയാലും. സ്വിമ്മിംഗ് പൂളിന് പോലും ആ രാജസ്ഥാനി റോയൽ ടച്ചാണ്. പിന്നെ റൂംസൊക്കെ നല്ല സ്പേഷ്യസ്, നീറ്റ്ലി ഡൺ ആൻഡ് കംഫർട്ടബിൾ. ആൻഡ് ദ ഫുഡ്, റോട്ടി, ദാൽ സബ്സി, ദാൽ ബാട്ടി ചുർമ. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ദാൽ ബാട്ടി ചുർമ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതും നടന്നു. പിന്നെ റിസോർട്ടിൽ ഡാൻസ് കളിക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നു, അതും സാധിച്ചു. പിന്നെ പോയത് മസാല ചൗക്കിലേക്കാണ്. മസാല ചൗക്ക് ഫുഡീസ് പ്ലേ ഗ്രൗണ്ട്. ഇവിടെ എല്ലാ ധാബയും എല്ലാ സ്റ്റാളും ഒരു മാസ് ഫീലാണ്. പാവ് ബജി, കച്ചോരി, ദോശ, ചാട്സ്, കബാബ്, കുൽഫി, ഫലൂഡ. പിന്നെ ഞങ്ങൾ പോയത് ആൽബർട്ട് മ്യൂസിയം. ഒരു പാലസ് പോലെ തന്നെ, രാജസ്ഥാനിലെ ആദ്യത്തെ മ്യൂസിയമാണത്. രാജ്പൂത്ത് ആർക്കിടെക്ചറും ഇൻഡോ സറാസീനിക് കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ ഏൻഷ്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പെയിൻറ്റിങ്സ്, ആർമർ, ഈവൺ ആൻ ഈജിപ്ഷ്യൻ മമ്മി പോലും ഇവിടെ ഉണ്ട്. നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട പോലെ തന്നെ അതേ ഇതുതന്നെയായിരുന്നു. പിന്നെ ക്ലേ ആർട്ട്, മാർബിൾ സ്കൾപ്ചേഴ്സ്, ഐവറി വർക്ക്സ്. ജയ്പൂരിൽ വരുമ്പോൾ ആൽബർട്ട് ഹാൾ മ്യൂസിയം ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ ഞങ്ങൾ പോയത് ഹവാ മഹൽ. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ പാലസ്, ഇറ്റ്സ് എ പോയം റിട്ടൺ ഇൻ പിങ്ക് സാൻഡ് സ്റ്റോൺ. ഹവാ മഹലിലെ 953 ജറോക്കാസ്, അതായത് സ്മോൾ വിൻഡോസ്. പുറത്ത് റോഡിൽ എന്താ നടക്കണേന്ന് റാണിമാർക്ക് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ജൽമഹൽ, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, പക്ഷേ ആ വ്യൂ ഒരു വല്ലാത്തൊരു വ്യൂ തന്നെയാണ്. പിന്നെ ഞങ്ങൾ വന്ദേ ഭാരതിൽ ഡൽഹി കാണ്ട്, അവിടെ നിന്ന് ഊബറിൽ ഋഷികേശിലെത്തി. ഋഷികേശ് ഫസ്റ്റ് ഞങ്ങൾ റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് ത്രിവേണി ഘാട്ടിലേക്കാണ് പോയത്. ഗംഗ, യമുന, സരസ്വതി എന്ന 3 നദികൾ സംഗമിക്കുന്ന സ്ഥലത്ത്. ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ത്രിവേണി ഘാട്ട്. നോട്ട് ജസ്റ്റ് എ പ്ലേസ്, ഒരു അനുഭൂതിയാണ്. ആരതി സമയത്ത് എത്താൻ പറ്റിയില്ല, അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശരിക്കും ഞാൻ കുറേ നേരം തണുത്ത റിവറിൽ കുറേ നേരം വിട്ടു. നോ വേർഡ്സ്, ജസ്റ്റ് ഗംഗ, എ മൊമെൻറ്റ് ഓഫ് സൈലൻസ്, എ മൊമെൻറ്റ് ഓഫ് സറണ്ടർ. രാവിലെ ഞങ്ങൾ ത്രിവേണി ഘാട്ടിൽ കുളിച്ചു. അതും വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റിവർ റാഫ്റ്റിങ്ങിന് പോയി. റിവർ റാഫ്റ്റിംഗ് വിത്ത് ഗംഗ. ഹെൽമെറ്റ്, പാഡിൽ, ലൈഫ് ജാക്കറ്റ്, ഓൾ സെറ്റ്, ബട്ട് ഹാർട്ട് ഫുൾ ഓഫ് ബട്ടർഫ്ലൈസ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു റിവർ റാഫ്റ്റിങ്ങിന് പോകണമെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല പേടിയായി തുടങ്ങി. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോയി. പിന്നെ അതൊരു നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഗൈഡ് എപ്പോഴും നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൻഡ് ജസ്റ്റ് ഫ്ലോട്ടിങ് ഇൻ ഗംഗ ഫെൽറ്റ് ലൈക്ക് ഫ്ലോട്ടിങ് ത്രൂ ലൈഫ് ഇറ്റ് സെൽഫ്. എനിക്ക് ഗൈഡ് ശരിക്കും ചോദിക്കും ആസ്മയുണ്ടോ, അതുണ്ടോ. പക്ഷെ എനിക്ക് ശരിക്കും പണ്ട് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ചാടിയപ്പോൾ ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ലക്ഷ്മൺ ഝൂല കാണാൻ പോയി. ലക്ഷ്മൺ ഝൂല ആൻഡ് രാം ഝൂല. ഇവിടെ നിന്ന് നോക്കിയാൽ, രാം ഝൂലയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും പരമാർത്ഥ നികേതൻ ആശ്രം, ഗീതാ ഭവൻ, ഹിമാലയൻ ഫുഡ് ഹിൽസ്. പരമാർത്ഥ നികേതൻ ഇത് ഒരാശ്രം, ഒരു ഘാട്ട്. ഇവിടെ ഗംഗ നല്ല
എന്താ പറയുക, താണ്ഡവമാടുക എന്നല്ല, അതുപോലെയാണ്. ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഡൗൺ, നോട്ട് ടു പ്രേ, ജസ്റ്റ് ടു ലിസൺ ടു ദ റിവർ ആൻഡ് ടു മൈ സെൽഫ്. ഗംഗാരതി നടക്കുന്നുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, വൺ ഫ്ലെയിം, വൺ പ്രയർ. പിന്നെ സീതാഫൽ അതും കഴിച്ചു. പിന്നെ ഞങ്ങൾ മസൂരിയിലേക്ക് പോയി. മസൂരിയിൽ ഞങ്ങളൊരു 2 വീലർ രണ്ടിനെടുത്തിട്ടായിരുന്നു എല്ലാ ദിക്കിലേക്കും പോയിരുന്നത്. പിന്നെ ദലൈ ഹിൽസ്, മൗണ്ടൻസ് ഓൺ ഓൾ സൈഡ്സ് ആൻഡ് ഇൻ ദ മിഡിൽ എ സൈലൻറ്റ് ബുദ്ധ സ്മൈലിംഗ് അറ്റ് ദ വേൾഡ്. ഞാൻ കുറേ നേരം ആ പ്രെയർ ഫ്ലാഗ്സ് ഒക്കെ നോക്കി നിന്നിരുന്നു. പിന്നെ ഷെഡപ്പ് ചോപ്ലിംഗ് ടെമ്പിളിൽ പോയി. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, ഇറ്റ്സ് എ സ്പിരിച്വൽ റിട്രീറ്റ്. ദലൈലാമയുടെ തുടക്കം ഇവിടെയാണ്. ആഫ്റ്റർ ടിബറ്റ്സ് ക്രൈസിസ് ഇൻ 1959, ദ ടിബറ്റൻ കമ്മ്യൂണിറ്റി ബിൽഡ് ദിസ് ടെമ്പിൾ ഹിയർ, ദ ഫസ്റ്റ് ടിബറ്റൻ ടെമ്പിൾ ഇൻ ഇന്ത്യ. ആൻഡ് ഇവിടെ കാണുന്ന പ്രധാന വസ്തു ദ പ്രയർ വീൽ. സ്പിൻ ഇറ്റ് 7 times. അതിനൊരു അർത്ഥമുണ്ട്. എവറി സ്പിൻ റിലീസസ് എ മന്ത്ര ഇൻ ടു ദ യൂണിവേഴ്സ്. ഓം മണിപത്മേഹം. ഇറ്റ്സ് എ മന്ത്ര ഓഫ് കമ്പാഷൻ. 7 times എന്ന് പറയുന്നത് ഒരു റാൻഡം അല്ല. ഇറ്റ്സ് റെപ്രസെൻറ്റ് 7 chakras, 7 directions, 7 days, എ കംപ്ലീറ്റ് സ്പിരിച്വൽ സർക്കിൾ. വീൽ സ്പിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് എനർജി ഒക്കെ പോവും. ഒരു ഇന്നർ സൈലൻസ് നമുക്ക് വന്നു തുടങ്ങും. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് പ്രയർ, ഇറ്റ്സ് മൈൻഡ്ഫുൾനെസ് ഇൻ മോഷൻ. പിന്നെ ഞാനും 7 times ചെയ്തു, ഹസ്ബൻഡും 7 times ചെയ്തു. അതിനുശേഷം അവിടെ പുറത്തിരുന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു. അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോയതൊരു വ്യൂ പോയിൻറ്റിലാണ്. അവിടെ നിന്ന് ഞാനൊരു മുകളിൽ ഒരു ബൈനോക്കുലർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേദാർ എല്ലാം കാണാം. പിന്നെ അതിൻ്റെ അടിയിൽ വന്ന് ഞാനൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയത് മസൂരി കമ്പനി ഗാർഡൻ മസൂരിയിലേക്കാണ്. പിന്നെ ലാൽ ടിബ്ബ ലാൻഡോറിലാണ്, ഹയസ്റ്റ് പോയിൻ്റ് ഇൻ മസൂരി. 7,464 feet എബവ് സീ ലെവലാണ്. അത് ക്ലിയർ ഡേയ്സിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബദ്രിനാഥ്, കേദാർനാഥ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞങ്ങളൊരു ട്രാവൽ ഏജൻസിയോ ഒന്നുമില്ലാതെ നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള പോലെ പ്ലാൻ ചെയ്ത് ഒരു 6 ദിവസത്തെ യാത്രയാണ്. ജയ്പൂരിൻ്റെ ചൂടും ഋഷികേശിൻ്റെ ആത്മസംതൃപ്തിയും മസൂരിയിലെ തണുപ്പും. ഇങ്ങനെയൊരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.